ബഷീറിൻ്റെ ബുക്കാണ് ദ ടീൻ ലൈഫ് ഇൻ ദ 21st സെഞ്ച്വറി. നമ്മൾ ടീനേജേഴ്സ്, നമ്മളല്ല എൻ്റെ താഴെയുള്ള ആൾക്കാർ, ആ ടീനേജേഴ്സിന് ടീനേജ് ലൈഫിൽ എന്തൊക്കെയാണ്, അവരെന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ടീനേജ് ലൈഫിൽ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ഒരു മുഹമ്മദ് ബാസിം എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് 2 പേജേ വായിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മളിപ്പോൾ ഈ ബുക്കിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച് ഇവിടെ ചെയ്യുക. ശരിക്കും സാഹിത്യ അക്കാദമി പോലുള്ള വലിയ സ്ഥലത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഈ കോവിഡും സിസ്റ്റമൊക്കെ കാരണം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ തോതിൽ ഉള്ളത് ഭംഗിയാക്കിയിട്ട് ഞാനും അമ്മയും കൂടി ഈ പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള മഹാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പുള്ളി ഒന്ന് കാണിക്കുക. ഇദ്ദേഹമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഈ ബുക്കിൻ്റെ ഒരു ബ്രീഫ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ഇൻസൈഡ് ദിസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞെടുക്കാം. റഫ് പറഞ്ഞുതരും ഇതിനെക്കുറിച്ച്. ഇതിലിപ്പോൾ നമ്മൾ ടീനേജേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ പറയുന്ന ഒരുപാട് ആർട്ടിക്കിൾസ്, ബുക്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പാരൻറ്റിങ് ക്ലാസ്സസ്, കോച്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും വേൾഡ് വൈഡ്. അതിനുള്ള ഒരുപാട് വെബിനാർസ്. ബട്ട് അതിലൊക്കെ ഒരു മിസ്സിങ് എലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ദേ ഡോണ്ട് ട്രൈ ടു സീ എ ടീൻ ഫ്രം ദെയർ ഷൂസ്. ഓക്കെ, ആ പോയിന്റ് കാണണമല്ലോ അല്ലേ? ലൈക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് ഞങ്ങളെ വ്യൂസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്തുകൂടാ, ആ ഒരു തോട്ട് എന്നാണ്. അപ്പം എങ്ങനെ ഒരു ഐഡിയ തോന്നി? എങ്ങനെ 14s ഫ്രം എ ടീൻ, എങ്ങനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തി? തോട്ട് തന്നെയാണ് ഒരു തോട്ട് പ്രോസസ്സ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ ലൈക്ക് വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചപ്പോൾ, ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചാൽ ആരെങ്കിലുമൊക്കെ വായിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ടീനേജേഴ്സിനുള്ളതാണിത്. എന്തായാലും ടീനേജേഴ്സിനുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഐ തിങ്ക് ഇൻക്ലൂഡിംഗ് പാരന്റ്സ്. പാരന്റ്സിനാണ് ആക്ച്വലി കൂടുതൽ ഉപകാരപ്പെടുക. പക്ഷെ വായിക്കുമ്പോൾ ചിലപ്പോൾ ടീൻസാണ് കൂടുതൽ എൻജോയ് ചെയ്യുക. കാരണം നമ്മളതിൽ പാരന്റ്സ് വരുത്തേണ്ട മാറ്റങ്ങളാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. സോ പാരന്റ്സ് ചിലപ്പോൾ ചിലവർ ഒഫെൻസീവായി എടുക്കും. ടീൻസ് വായിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഞാനും ഇങ്ങനെയാണല്ലോ അല്ലേ, അങ്ങനെ. അപ്പൊ അത് എവിടുന്ന് നമ്മൾ അതൊക്കെ കൂടി എടുത്തു? ലൈക്ക് എന്താ പറയാ, നിങ്ങള് എവിടുന്ന് ആ ഒരു തോട്ട് എടുത്തു? അല്ലെങ്കിൽ ഇതില് കൊണ്ടുവന്നിട്ടുള്ള ആ തോട്ട്സ് ഇല്ലേ, അതായത് ആരുടെയെങ്കിലും ആണോ, അതോ മുഹമ്മദിന്റെ തന്നെയാണോ, അതോ ആരുടെയെങ്കിലും ഒക്കെ തോട്ട്സ് ഒന്ന് എടുത്തിട്ടുള്ളതാണോ? കൊടുത്തോളൂ, അത് സാരല്ലേ, കൊടുത്തോളൂ. തോട്ട് വന്നത് അപ്പൊ എഴുതി തുടങ്ങിയതാണ്. അപ്പൊ എവിടുന്ന് വന്നു, എങ്ങനെ ഇതൊക്കെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തു? ലൈക്ക് പല തോട്ട്സ് പണി, ലൈക്ക് തോട്ട്സ് ഉണ്ട്, ബട്ട് അതിനെ വേർഡ്സ് ആക്കാനുള്ള റൈറ്റിംഗ് പ്രോസസ്സ്. സോ ദാറ്റ് വാസ് ഹാർഡ്. പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലൊരു ഇത് ബുക്ക് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഫസ്റ്റ് മൊമെന്റ് മുതലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ തോട്ട്സ് വന്നത് ഡെവലപ്പ് ചെയ്തു, എഴുതി എഡിറ്റ് ചെയ്തു, ആൾക്കാർക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്തു, ഫ്രണ്ട്സിന്. അങ്ങനെ ലൈക്ക് ഫ്രണ്ട്സിന്റെ തന്നെയാണോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, അതോ ഓൺ എക്സ്പീരിയൻസ് ആണോ? ഇതിലൊരു പ്രത്യേകത പറഞ്ഞപ്പോൾ ഇതൊരു ടീൻസ് ഫോർ ടീൻ ആണെങ്കിലും അതിൽ നമ്മൾ ഒരാളെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലും മെഷർ ചെയ്തിട്ടില്ല. ബട്ട് അതിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ ഇതിൽ ഇതാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈക്ക് വെറുതെ നമ്മളെ ലൈഫിലൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ചടപ്പിക്കാതെ, ബട്ട് വാട്ട് ഐ ലേൺ ഫ്രം ദാറ്റ് എന്നുള്ളത് ഇതിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കൊണ്ടുവന്നു. അതൊരു വലിയ സംഭവം. എത്ര വയസ്സായി? ഞാൻ 17. ഇതിറങ്ങിയെന്ന് 17. 17ാമത്തെ വയസ്സില് കൊടുകൈ. നമുക്ക് ആ കഥ പറയുന്ന ടീമില്ലേ, അവനൊന്ന് പറ്റില്ല. അതെ ഭയങ്കര 17 വയസ്സിൽ അവൻ ഇതൊക്കെ ഒപ്പിച്ചു എന്ന് പറഞ്ഞു കളിക്കി. അതിന് നിന്നെക്കാട്ടിലധികം ഉപ്പോട് ഒന്ന് കുറച്ച് മോൾഡിങ്ങിൽ എന്തായാലും നമ്മുടെ കൈ ഉണ്ടാവില്ല. ഇന്ന് കുട്ടികൾക്കില്ലാതെ പോയൊരു നല്ല എഴുത്തുകാരൊക്കെ നല്ല പിന്നെ അപാര അറിവാണ്. ഈ പേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ പുസ്തകം മേടിച്ച് വായിക്കണം. നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളെങ്ങനെ അവരോട് സംസാരിക്കണം, അവരോട് എങ്ങനെ പ്രതികരിക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പാരൻസിനോടൊരു ചെറിയ ബഹുമാനക്കുറവുണ്ട്. എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്ക്.
അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ മാറ്റി തിരുത്തി എഴുതാം എന്നുള്ളതിന് മുഹമ്മദ് കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ഞാൻ വായിച്ചിട്ട് ഇതിൽ എന്താ പറയുക, ഞാൻ അറിയാത്തതും മുഹമ്മദ് പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ മുഹമ്മദിൻ്റെ ചില്ലറക്കാരനല്ല പുള്ളി. കാരണം വെറുതെ ഒരാൾ പുസ്തകം എഴുതിയതല്ല. പുള്ളി ഒരു വർഷത്തോളം ഖുറാൻ പഠിക്കാൻ വേണ്ടി അതിൻ്റെ എന്താ പറയുക എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് ആൾക്കത് നമുക്ക് വായിക്കാൻ പോലും അറിയില്ല, ആൾക്കത് വായിക്കാനും അറിയാം, എഴുതാനും അറിയാം, ഇതൊക്കെ പോട്ടെ കാണാതെ പറയാനും അറിയാം. അതൊരു വലിയ സംഭവമാണ്. അതെ, ഒരു കുറച്ചൊന്ന് പറഞ്ഞു തരും അതെങ്ങനെയാ. അല്ലെങ്കിൽ ഞങ്ങൾ ദുബായിലുള്ള കാലത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഭാഷ എന്ന് അറിയില്ല, ആ ഒരു ടോൺ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് ഇപ്പൊ ലാസ്റ്റ് കൊടുങ്ങല്ലൂർ സത്യം ഇവൻ പള്ളിയിലൊക്കെ പോട്ടാ. ഞാൻ ചേറാമാൻ പള്ളിയിൽ പോയിട്ടുള്ള. ഒന്ന് പറഞ്ഞുതരും എങ്ങനെയാന്ന് പഠിച്ച രീതിയാണ്. ജസ്റ്റ് ഒന്ന് ഖുറാൻ എങ്ങനെയാ, അതിന്റെ തുടക്കം എങ്ങനെയാ അത് വായിച്ചു പോവാ എന്നുള്ള ഒന്ന് പറഞ്ഞു തന്നാ മതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇത് ഖുറാനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ ഓപ്പണിംഗ് എന്നാണ് പറയുക ഖുറാനിൽ. ദ മോസ്റ്റ് മേഴ്സിഫുൾ അള്ളാഹുവിൻ്റെ പേരോട് ഞാൻ തുടങ്ങുന്നു. ദെൻ പ്രൈസ് ആണ് അള്ളാഹുവിന് വേണ്ടി ഒരു 3 ആയത്ത്. ദെൻ വി ആർ ആസ്കിങ് ഹിം ഫോർ പ്രേയേഴ്സ് ആൻഡ് പ്രോസ്പെരിറ്റി. എത്ര ചാപ്റ്റർ? 140. ഈ 140 ചാപ്റ്റർ മതി? അല്ല, ചാപ്റ്റർ ഇത് ചെറിയ ചാപ്റ്ററാണ്. അല്ല, ഈ സ്റ്റാൻസുകളെല്ലാം കാണപ്പെടറിയാം. ഒരു ദൈവമേ, നമസ്കരിക്കണല്ലോ തന്നെ. അതെ, കാല് പിടിക്കണല്ലോ. ജസ്റ്റ് ഒരു പേജ്. ഓ, പേജ്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. 6666 verses. നമുക്ക് ഭഗവത്ഗീത അങ്ങനെ മറച്ചു നോക്കിയാൽ എന്നെ അറിയില്ലോട്ടാ. കാണാൻ പാടറിയില്ല എനിക്ക്. സ്കൂൾ ഒഴിവാക്കിയിട്ട് ഓ, അതിന് പോയി. ഓ, 1.5 year അതപ്പോ ഈ പള്ളിയിലൊക്കെ ഓതുന്ന ആൾക്കാര് അത് ഇവിടെ വളരെ റേറായിട്ട് ബൈഹാർട്ടായ ആളുകളുണ്ടാവും. ഓ, മെയിനായിട്ട് ഈ പാകിസ്ഥാനീസ് ആൻഡ് ഹൈദരാബാദീസ് ഒക്കെ ചെയ്യുന്നത്. കേരളത്തിൽ ഉണ്ട്. ലൈക്ക് കുട്ടികളൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിന് പറ്റില്ല. മൈൻഡ് അതിന് കുറച്ചൊരു 25-30 ഒക്കെ ആയാലും അത് കിട്ടൂല. ബ്രെയിൻ അതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. യങ് ഏജിൽ പഠിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ പുള്ളി ചില്ലറക്കാരനല്ല, നിസ്സാരക്കാരനല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പുസ്തകം വായിക്കണം. മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പുസ്തകം കൂടി ആളെ എഴുതട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ ആശംസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും സംസാരിച്ചോളൂ. ടീൻ ലൈഫ് ഇൻ ദ 21st century. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടീൻ ലൈഫ് ഇൻ ദ 21st century. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒഫീഷ്യൽ ലോഞ്ച് ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ അവൈലബിൾ? ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, എല്ലാത്തിലും ഉണ്ട്. സാധാരണ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഇടാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് ലിങ്കുകളെല്ലാം ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും
The teen life in the 21st century. ഇന്നത്തെ കാലത്തെ ടീൻ ലൈഫ്. അപ്പോൾ നമുക്ക് ബുക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷം ഈ അവസരത്തിൽ ശരത്തിൻ്റെ ഗീതം ഇനി കാണാൻ പറ്റിയതിൽ. കോവിഡിൻ്റെ സാഹചര്യത്തിൽ പോലും നമുക്ക് എല്ലാം ഭംഗിയായി, ഒരു പരിധിവരെ ഭംഗിയായി എല്ലാം ചെയ്യാൻ പറ്റി. അതുപോലെ MK രാമചന്ദ്രൻ സാറിന് ഒരു ചെറിയ ബിസി ഷെഡ്യൂളായതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് മറ്റൊരു ദിവസം, ഇതിൽ മനോഹരമായൊരു ദിവസം നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞു. അപ്പൊ ടാറ്റ, ബൈ ബൈ, ടാറ്റ. അങ്ങനെ പുസ്തകപ്രകാശനം കഴിഞ്ഞ് ആ കുടുംബം അങ്ങനെ തിരിച്ച് മലപ്പുറത്തേക്ക് പോകുന്നു. മലപ്പുറംകാരനാണ് അവൻ. ഈ മലപ്പുറംകാരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു സ്നേഹം ഭയങ്കര ഒരു വ്യത്യാസമാണ്. സോ ലവ്ലി പീപ്പിളാണ് മലപ്പുറംകാർ. തൃശ്ശൂർക്കാരുടെ സ്നേഹം വേറെ കുറയ്ക്കണ്ട. എൻ്റെ അമ്മ കണ്ടില്ലേ പഠിക്ക് നിൽക്കണത്. ഇനി അവർ പോയി വണ്ടി എടുത്ത് അവരങ്ങ് വിദൂരതയിൽ പോയി മറഞ്ഞിട്ടേ അമ്മ പടിയടച്ച് തിരിച്ച് തരുള്ളൂ. കണ്ടോ, നോക്കി കഴിഞ്ഞിട്ടില്ല. അവർ പോയിട്ട് മലപ്പുറത്തിട്ട് അമ്മ കയറ്റടക്കുള്ളൂ. ഇനി കണ്ടോ, അവർ പൊക്കോളും. കയറ്റുമ്പോൾ നോക്കി നിൽക്കേണ്ട കഥയൊന്നുമില്ല. പക്ഷെ അവർ പോയി. ടാറ്റ, വീണ്ടും ടാറ്റ.